ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളെ ഇടയ്ക്കൊക്കെ ചോദിക്കും ബദാം മിൽക്ക് വേണമെന്നൊക്കെ പറയും. അപ്പം നമുക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മളെ വീട്ടിൽ ബദാം പൗഡർ മിക്സ് വേണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1.5 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 രീതിയിൽ നമുക്ക് കുതിർത്തെടുക്കുക. ഒന്ന് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു രാത്രി ഫുള്ളും വെക്കാം. ഇപ്പോൾ ഇതാ ബദാമൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്യുക. പിന്നെ കുറച്ച് കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലും കൂടുതൽ കുറേ അളവിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരതി കൊടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് ആ തൊലി മാത്രം റിമൂവ് ആക്കിയാൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫാനിൻ്റെ ചോട്ട് വെച്ചേക്കാണ്. ഇനി ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഇതിലത്തെ ഓയിലൊക്കെ നഷ്ടപ്പെടും. നമ്മൾ ഇതുപോലൊക്കെ റെഡിയാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പണിയിലെ ഇടയിൽ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോബ് കഴിഞ്ഞ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മെനക്കിടേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് തന്നെ പറയാം ഇത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ, പാലെടുത്ത് കാച്ചിട്ട് അതിലിട്ട് മിക്സ് ചെയ്താൽ മതി എന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു പണി കുറഞ്ഞ് കിട്ടും ഇതുപോലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. പിന്നെ വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അരച്ചെടുത്തിട്ട് ഒരു സിറപ്പ് പോലെ ആക്കിയിട്ട് പാലൊന്നും ചേർക്കാതെ, പാല് കഴിക്കാൻ പാടില്ലാത്തവരിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കുക. അതാകുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നോമ്പിനൊക്കെ വേണമെങ്കിൽ ദാഹം തീരാനും എല്ലാറ്റിനും നല്ലതാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. 2 രീതിയിലും ചെയ്ത് നോക്കാം. ഇപ്പോൾ ബദാമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതാ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം മുഴുവനായിട്ടും നല്ലോണം പൊടിച്ചെടുക്കേണ്ട, ഒരു 1/4 കപ്പ് നമുക്ക് മാറ്റി വെക്കാം. അത് നമ്മൾ ബദാം മിൽക്കൊക്കെ കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബദാം കടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര തന്നെ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പാലിലിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പൊടിച്ച് വെച്ച കാരണം അങ്ങനെ പൗഡറാക്കി ചേർത്ത് കൊടുത്താണ്. നിങ്ങളടുത്ത് പൊടിയില്ലെങ്കിൽ ഒരു 7 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം ചുക്ക് പൊടി, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, നല്ലൊരു കളർ കിട്ടും. പിന്നെ നല്ല രസമാണ്, പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുങ്കുമം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനിത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നോക്കിയേ, നമ്മൾ ആ മഞ്ഞളൊക്കെ ചേർത്തുകൊണ്ട് ആ ബദാം പൗഡറിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഷോപ്പിലൊക്കെ കളറാവും ചേർത്ത് കൊടുക്കുന്നുണ്ടാവുക. നമുക്ക് ഈ മഞ്ഞൾ ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. മഞ്ഞളും കുങ്കുമവും ഇത് രണ്ടും കൂടിയാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഒന്നുകൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി നമ്മൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇവിടെ ദാ ഇതെല്ലാം പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് അധികം ഓവറായിട്ടൊന്നും ഇത് ക്രഷ് ചെയ്യേണ്ട, ഒന്നുകൊണ്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കാണ് ഒരുവിധമൊക്കെ പൊടിഞ്ഞ് കിട്ടും. മൊത്തം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടേണ്ട, ചെറിയ രീതിയിലൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പരുവത്തിൽ നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഇതും ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആദ്യത്തേൽ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാൻ വയ്യ. ഞാനൊരു പാത്രം മാറ്റി പിടിച്ചതാണ് കേട്ടോ, ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്, പുറത്ത് വെക്കരുത്.
ഇനി ബദാം മിൽക്കിന് വേണ്ടിയിട്ട് പാല് കാച്ചണം. അതിന് വേണ്ടിയിട്ട് കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ പാല് വറ്റി പോവാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളം ആദ്യം ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പാല് കാച്ചുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ പാല് തിളച്ച് കുറച്ച് നേരം നമ്മൾ പാല് തിളപ്പിക്കണമല്ലോ, അപ്പോൾ ഈ വെള്ളം മാത്രമാണ് വറ്റിപ്പോവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 കപ്പ് ഉണ്ടാവും. അത് 4 കപ്പ് പാൽ, അപ്പോൾ 4 പേർക്ക് കഴിക്കാനുള്ള ബദാം മിൽക്കായല്ലോ. അപ്പോൾ അത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കവർ കണക്ക് പറയാൻ 500 ml 2 കവർ പാലാണ് എടുത്തേക്കുന്നത്. ഇനി പാല് കുടിക്കാത്തവരാണെങ്കിൽ പാൽപ്പൊടി പറ്റുമെങ്കിൽ അത് നമ്മൾ ബദാം പൊടിക്കുന്ന സമയത്ത് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം തിളക്കുന്ന സമയം അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പാല് പോലെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എത്രയായാലും ഈ പാലിൻ്റെ ടേസ്റ്റ് കിട്ടൂല. ഇനി പാലും പാൽപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെറും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ബദാം മിൽക്കിൻ്റെ ഒരു കളറൊക്കെ വന്നേക്കണമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ കളറ് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 കപ്പിന് 4 ടേബിൾ സ്പൂൺ ബദാം പൗഡർ ആ ഒരു കണക്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന അതേ ഒരു കളറിൽ തന്നെ ബദാം മിൽക്കായിട്ട് വരും. അപ്പോൾ അതാ ഒന്നുകൂടെ തിളച്ച് നോക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ പുതുവർഷത്തിലേക്കൊക്കെ നമ്മൾ കടന്നു. നമ്മളെ മക്കൾക്ക് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബദാം മിൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.